നമുക്ക് ബ്രഹ്മഖണ്ഡത്തിലെ 14 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വിരാട പുരുഷന്റെ രൂപത്തിൽ നിന്ന് പ്രപഞ്ചത്തിലെ പ്രധാന ദേവതകളും ജീവജാലങ്ങളും എങ്ങനെ ഉദ്ഭവിച്ചു എന്നതിൻ്റെ തുടക്കമാണിത്. 14 ശ്ലോകം. ദേവതകളുടെ ഉൽപ്പത്തി. വിരാട പുരുഷന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ഉദ്ഭവിക്കുന്നതിനെക്കുറിച്ചും മറ്റും സൃഷ്ടികളെക്കുറിച്ചുമുള്ള വർണ്ണനയാണിത്. ശ്ലോകം. തസ്യ നാഭികമലാച്ഛ ബഭൂവ ജഗദാം പതിഃ വിധാതാ ജഗദാം സ്രഷ്ടാ തപസാ ലബ്ധവാൻ ഗതിം. പദാനുപദ അർത്ഥം. തസ്യ ആ, അതായത് വിരാട പുരുഷന്റെ, നാഭികമലാത് നാഭിയിലുണ്ടായ താമരയിൽ നിന്ന്, ഫ്രം ദ നേവൽ ലോട്ടസ്, ച ബഭൂവ ഉദ്ഭവിച്ചു, ഉണ്ടായി, ജഗദാം പതി ജഗദാം പതിഹി ലോകങ്ങളുടെ നാഥനായ അഥവാ ബ്രഹ്മാവ്, വിധാത വിധാതാവ് വിധി നിശ്ചയിക്കുന്നവൻ, ജഗദാം സ്രഷ്ട പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ്, തപസ്സ തപസ്സുകൊണ്ട്, ബൈ പെനൻസ് ഓർ മെഡിറ്റേഷൻ, ലബ്ധവാൻ നേടി കണ്ടെത്തി, ഗതിമ് അറിവിനെ അഥവാ ലക്ഷ്യത്തെ. ഈ ശ്ലോകത്തിൻ്റെ സാരം: ആ വിരാട പുരുഷന്റെ നാഭികമലത്തിൽ നിന്ന് ലോകനാഥനായ ബ്രഹ്മാവ് ഉദ്ഭവിച്ചു. ജഗത് സ്രഷ്ടാവായ ആ വിധിതാവ് തൻ്റെ തപസ്സിലൂടെയാണ്, അതായത് സൃഷ്ടിക്കാവശ്യമായ ജ്ഞാനവും മാർഗവും നേടിയെടുത്തത്. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം സൃഷ്ടിയുടെ ഗഹനമായ ഒരു രഹസ്യം നമുക്ക് കാട്ടിത്തരുന്നു. നാഭികമലം, ദ നേവൽ ലോട്ടസ്. ഭൗതികമായ ഒരു കുഞ്ഞ് അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നാഭിയിലൂടെയാണ്. അതുപോലെ പ്രപഞ്ച സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് വിരാട പുരുഷനുമായി, അതായത് പരമാത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നാഭികമലത്തിലൂടെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവ് സ്വതന്ത്രനല്ല, മറിച്ച് പരമാത്മാവിൻ്റെ ശക്തിയാലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. തപസ്സും ജ്ഞാനവും. ബ്രഹ്മാവ് ഉണ്ടായ ഉടനെ സൃഷ്ടി നടത്തിയില്ല. അവിടുന്ന് തപസ്സുകൊണ്ട് തൻ്റെ ലക്ഷ്യം കണ്ടെത്തി. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എത്ര ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും അറിവും കർമ്മശേഷിയും നേടാൻ ഏകാഗ്രമായ പരിശ്രമവും തപസ്സും ആവശ്യമാണെന്നാണ്. വിധാത വിധി നിശ്ചയിക്കുന്നവൻ എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിലെ നിയമങ്ങൾ, ലോസ് ഓഫ് നേച്ചർ, ബ്രഹ്മാവിനാൽ നിശ്ചയിക്കപ്പെട്ടവയാണ്. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, ബ്രഹ്മാവ് പോലും സൃഷ്ടിക്കു മുൻപ് തപസ് ചെയ്തുവെങ്കിൽ നാം നമ്മുടെ ജീവിത ലക്ഷ്യം നേടാൻ എത്രത്തോളം പരിശ്രമിക്കണം എന്ന് ചിന്തിക്കുക. അറിവ് ആരുടെയും പക്കലേക്ക് വെറുതെ നടന്നു വരില്ല. അത് തപസ്സിലൂടെ, അതായത് ഏകാഗ്രമായ പഠനത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്. നിന്റെ ഉള്ളിലും ഒരു സ്രഷ്ടാവ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ ഉണർത്താൻ തപസ് എന്ന ഏകാഗ്രത ശീലിക്കുക. ബ്രഹ്മാവിൻ്റെ ഉദ്ഭവത്തോടെ പ്രപഞ്ചം സജീവമായി തുടങ്ങുകയാണ്. ഇനി 15 ശ്ലോകത്തിൽ ബ്രഹ്മാവിൽ നിന്ന് മറ്റു ദേവന്മാരും ഋഷികളും എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.